ഓക്കെ, അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഇത് ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാനൊന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ കോളത്തിന്റെ ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കോളം നമ്മൾ യൂളേഴ്സ് തിയറിയാണ് നമ്മൾ പഠിക്കുന്നത്. യൂളേഴ്സ് തിയറിക്കകത്ത് കുറച്ച് അസംഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ലോങ് കോളത്തിനാണ് ഈ തിയറി ആപ്ലിക്കബിൾ ആവുന്നത്. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു. അതിനുശേഷം നമ്മൾ അവിടുത്തെ അസംഷനും കേണും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു സൈൻ കൺവെൻഷൻ പറഞ്ഞു. അത് റെലവെന്റ് അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡെറിവേഷന് മാത്രമേ നമുക്ക് ആ സൈൻ കൺവെൻഷൻ കൊണ്ട് യൂസ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഡെറിവേഷൻ ഇല്ലാത്തത് കൊണ്ട് സൈൻ കൺവെൻഷൻ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് കോൺവെക്സിറ്റി പോസിറ്റീവും കോൺകേവിറ്റി നെഗറ്റീവും ആണെങ്കിൽ ചില സോഴ്സിൽ നിങ്ങൾക്ക് തിരിച്ചും കാണാൻ പറ്റും. രണ്ട് രീതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും അത് കുഴപ്പമില്ല. അപ്പൊ ആ സൈൻ കൺവെൻഷൻ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ന്യൂമറിക്കലി നിങ്ങൾക്ക് ആ സൈൻ കൺവെൻഷൻ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. പിന്നെ ആ ഡെറിവേഷൻ 3-4 കേസുകളുണ്ട്. അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം ഒരെണ്ണം വെച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി നമ്മുടെ യൂളേഴ്സിന്റെ ക്രിപ്ലിംഗ് ലോഡിന്റെ ജനറൽ ഇക്വേഷൻ പറയുവാണെങ്കിൽ PCR is equal to pi square into EI by LE square എന്നാണ് എന്റെ ജനറൽ ഇക്വേഷൻ വരിക. ജനറൽ ഇക്വേഷൻ പൈ സ്ക്വയർ എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡെറിവേഷൻ കാണിക്കുകയും അതിനകത്ത് സൈന് കോസ് പോലത്തുള്ള കാര്യങ്ങൾ വന്നിട്ട് പൈ എൻ പൈ 2π 3π 4π പോലത്തുള്ള ആൻസേഴ്സേ നമുക്ക് സൊല്യൂഷൻ ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ പൈ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇക്വേഷനിലേക്ക് കയറി വരുന്നത്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പൈ ഇക്വേഷനിൽ വരുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ സൈനും കോസും ആയിട്ട് വരുന്ന കണക്ഷന്റെ ബേസിസിലാണ് ഒരു പൈ അവിടെ കയറി വരുന്നത്. അപ്പോ അതിനുശേഷം നമുക്ക് EI ഉണ്ട്. EI എന്ന് പറയുന്നത് ഫ്ലക്ചറൽ റിജിഡിറ്റി ആണ്, മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ്. പിന്നെ LE എന്ന് പറയുന്ന സാധനമുണ്ട്. LE എന്ന് പറയുന്നത് എന്റെ എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം ആണ്. ആക്ച്വൽ ലെങ്ത് ഓഫ് കോളം അല്ല, എന്റെ എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം. എന്റെ എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം ഇസ് ഈക്വൽ ടു ഒരു ഫാക്ടർ ഇൻറ്റു ആക്ച്വൽ ലെങ്ത് ഓഫ് കോളം ആയിരിക്കും ഉണ്ടാവുക. അപ്പോ സപ്പോർട്ട് കണ്ടീഷൻ അനുസരിച്ച് ഈ ഫാക്ടർ എനിക്ക് ആക്ച്വലി മാറി വരും. ഓക്കെ, സപ്പോർട്ട് കണ്ടീഷൻ അനുസരിച്ച് എനിക്ക് ഫാക്ടർ മാറി വരും. എനിക്ക് ഒരു 6 or 7 കോമ്പിനേഷൻ ഓഫ് സപ്പോർട്ട് കണ്ടീഷൻ എടുക്കാം. 2 എൻഡ് ഫിക്സ്ഡ്, 2 എൻഡ് ഹിഞ്ച്ഡ്, 1 എൻഡ് ഫിക്സ്ഡ്, 1 എൻഡ് ഹിഞ്ച്ഡ്, 1 എൻഡ് ഫിക്സ്ഡ്, 1 എൻഡ് ഫ്രീ, 1 എൻഡ് ഫ്രീ, 1 എൻഡ് ഹിഞ്ച്ഡ്. അങ്ങനെ എനിക്ക് 6 or 7 കോമ്പിനേഷൻ എടുക്കാം. പക്ഷെ എല്ലാം ഒന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ ഇവിടെ ആകെ പഠിക്കേണ്ടത് 2 എൻഡും ഫിക്സഡ് ആയിട്ടുള്ള കണ്ടീഷൻ, ഫിക്സഡ് കണ്ടീഷൻ. 2 എൻഡും ഫിക്സഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ എന്റെ എഫക്റ്റീവ് ലെങ്ത് ഇസ് ഈക്വൽ ടു 0.5 ടൈംസ് ദി ആക്ച്വൽ ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ ഫോർമുലയില് പ്രോബ്ലത്തില് 2 എൻഡ് ഫിക്സഡ് കണ്ടീഷൻ തന്നിട്ട് കോളം 3 മീറ്റർ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത് 1.5 മീറ്റർ ആയിരിക്കും എന്ന് ആലോചിക്കുക. ഇനി 2 എൻഡും ഹിഞ്ച്ഡ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് എന്റെ ആക്ച്വൽ ലെങ്ത് തന്നെയാണ്. എന്റെ ഫാക്ടർ 1 ആണ്. ഓക്കെ, പിന്നെ 1 എൻഡ് ഫിക്സ്ഡും 1 എൻഡ് ഫ്രീയും ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്റെ എഫക്റ്റീവ് ലെങ്ത് ഇസ് ഈക്വൽ ടു 2 ടൈംസ് ദി ആക്ച്വൽ ലെങ്ത് ആണ്. ഈ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ്, റിയാലിറ്റി അല്ല. അപ്പൊ ഈ എഫക്റ്റീവ് ലെങ്ത് 2 എങ്ങനെ ലെങ്തിനേക്കാൾ കൂടുതൽ വന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് പോർഷൻ എല്ലാം തീർത്തിട്ട് അതിന്റെ കാര്യത്തിലേക്ക് പോവാം. കാരണം അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നാലും നമ്മുടെ പോർഷൻ തീരില്ല. നമുക്ക് സിലബസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് തൽക്കാലത്തേക്ക് അത് മാറ്റി വെക്കാം. പിന്നെ അതുപോലെ ഞാൻ വേറെന്തെങ്കിലും ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3 എണ്ണം അല്ലാതെ ഞാൻ അന്ന് ഫിക്സ്ഡ് ഹിഞ്ച് അത് വേണ്ട. ഫിക്സ്ഡ് ഹിഞ്ച് ഞാൻ പറഞ്ഞ വാല്യൂ ഒന്ന് പറയാവോ? ഓക്കെ, അത് ആ വാല്യൂ അല്ല, അത് മാറ്റണേ. അത് ഫിക്സ്ഡ് ഹിഞ്ച് 0.707 ടൈംസ് L ആണ് ഫിക്സ്ഡ് ഹിഞ്ച്. അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല. ഞാൻ ആദ്യം പറഞ്ഞ 3 എണ്ണമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഫിക്സ്ഡ് ഹിഞ്ച് എന്ന് പറയുന്നത് 0.70 ടൈംസ് L ആണ്, അല്ലെങ്കിൽ √2 ടൈംസ് L. പിന്നെ ഹിഞ്ച് ഫിക്സ്ഡ് ഹിഞ്ച് പറഞ്ഞു. ഫിക്സ്ഡ് ഹിഞ്ച് അത്രയും മതി. ഹിഞ്ച് ഫ്രീ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, അത് വേണ്ട. അപ്പോ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളാണ്. നിങ്ങളുടെ എക്സാമിന് അത് മാത്രമേ ചോദിക്കത്തുള്ളൂ. ആ 3 കേസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഫിക്സ്ഡ് ഹിഞ്ച് കണ്ടീഷനിലേക്കൊന്നും പോവില്ല.
അപ്പൊ നമ്മൾ ന്യൂമറിക്കൽ ആസ്പെക്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് എക്സാമിന് പ്രോബ്ലം ചോദിക്കുമ്പോൾ കോളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സർക്കുലർ സെക്ഷൻ ഉണ്ട്, സ്ക്വയർ സെക്ഷൻ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, പിന്നെ ഐ പറയാം, എല് പറയാം, സി പറയാം, ടി പറയാം. ഇങ്ങനത്തെ ഏത് ഷേപ്പ് വേണോ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഐ ആണ് കോമൺ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഇച്ചിരി ടൈം എടുക്കുന്ന 14 മാർക്കിന്റെ പ്രോബ്ലം ആസ്പെക്റ്റിൽ പറയുവാണെങ്കിൽ ഐ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബെൻഡിങ് ഇക്വേഷനിലെയോ ഷിയർ സ്ട്രെസ് ഇക്വേഷനിലെയോ പോലെ നമ്മൾ സ്ട്രെസ് അല്ല നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്, ലോഡാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ലോഡ്, ക്രിപ്ലിംഗ് ലോഡ് എന്ന ലോഡാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. എത്ര ലോഡില് ആ കോളം ഫെയിൽ ആവും, അത് ഏറ്റവും കുറഞ്ഞ ലോഡാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്, ഏറ്റവും മാക്സിമം അല്ല. സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും മാക്സിമം ആണ് കണ്ടുപിടിക്കുന്നത്. എന്റെ മെറ്റീരിയലില് ഒരു സർട്ടേൺ ഗിവൺ ലോഡിങ്ങിൽ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരുന്ന പോയിന്റ് എവിടെയാണോ ആ പോയിന്റ് ആണ് എനിക്ക് ക്രിട്ടിക്കൽ ആവുന്നത്. ലോഡ് വരുമ്പോൾ നമ്മൾ മിനിമം ആയിരിക്കണം എപ്പോഴും കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ എത്ര ലോഡില് ആ കോളം ബക്കിൾ ചെയ്ത് ഫെയിൽ ആവും. അപ്പൊ മിനിമം ലോഡാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മിനിമം ലോഡ് കണ്ടുപിടിക്കുമ്പോൾ എന്റെ ജനറൽ ഇക്വേഷൻ പ്രകാരം PCR is equal to pi square EI by LE square എന്ന് പറഞ്ഞ റിലേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത് എല്ലാം എന്റെ സപ്പോർട്ട് കണ്ടീഷനെ ബേസ് ചെയ്തിരിക്കും. പൈ എന്ന് പറയുന്ന സാധനവും മാറാൻ പോകുന്നില്ല, ഇ എന്ന് പറയുന്ന സാധനവും മാറാൻ പോകുന്നില്ല. ഐ എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമുക്ക് മാറുന്നത്. അപ്പൊ ഐ മിനിമം ആയിരിക്കണം നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. കോളത്തിൽ വരുമ്പോൾ പ്രത്യേകം ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഐ മിനിമം ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ബെൻഡിങ് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ എം ബൈ ഐ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ എന്ന റിലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെയും എം ഇൻറ്റു വൈ ബൈ ഐ എന്ന് പറയാം. അവിടെ എനിക്ക് മാക്സിമം സിഗ്മ മാക്സ് കിട്ടണമെങ്കിൽ അവിടെ ഐ മിനിമം തന്നെ ആയിരിക്കണം, അവിടെ ഐ മിനിമം തന്നെ ആയിരിക്കണം. സിഗ്മ മാക്സിമം കിട്ടണമെങ്കിൽ, മാക്സിമം സ്ട്രെസ് കിട്ടാൻ വേണ്ടി നമ്മൾ അവിടെ ഐ മിനിമം യൂസ് ചെയ്യും, കാരണം ഡിനോമിനേറ്ററിൽ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂമറേറ്ററിൽ വരുന്നത് നമുക്ക് മിനിമം ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഐ മിനിമം ആയിരിക്കണം ഇക്വേഷനിൽ യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ അതിനുശേഷം നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞൊരു കാര്യം പഠിച്ചു. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ അല്ലെങ്കിൽ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ സ്ലെൻഡർനെസ് റേഷ്യോയില് നമ്മൾ ചെയ്ത വേറൊരു കാര്യം, ഞാൻ 12 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ പറഞ്ഞു. 12ന് താഴെയാണെങ്കിൽ ഷോർട്ട് കോളം, 12ന് മുകളിലാണെങ്കിൽ ലോങ് കോളം എന്ന് പറഞ്ഞു. അതേപോലെ 3ന് താഴെയാണെങ്കിൽ നമ്മൾ പെഡസ്റ്റൽ എന്ന് പറഞ്ഞു. ഓക്കെ, അവിടെ നിങ്ങൾ എഴുതി ചേർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ അല്ല, അത് എനിക്ക് ഒരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കോളം, ഒരു RC കോളം, അതായത് നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന കോൺക്രീറ്റിന്റെ കോളത്തില് റെക്ടാങ്കുലർ ഷേപ്പ് ഉള്ള നമ്മുടെ വീട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന റെക്ടാങ്കുലർ ഷേപ്പ് ഉള്ള കോൺക്രീറ്റ് കോളമാണ്, റെക്ടാങ്കിൾ, സ്ക്വയർ. അങ്ങനത്തെ കോളത്തിൽ നമ്മൾ എടുക്കുന്ന വാല്യൂ ആണ് ഈ കേസ്. അതുകൊണ്ട് ഈ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ലോങ് കോളത്തിനെയും ഷോർട്ട് കോളത്തിനെയും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാല്യൂ ആണ് ഈ 12 എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അതിപ്പോ ഞാൻ മൈൽഡ് സ്റ്റീൽ വെച്ചിട്ടുള്ള സ്റ്റീൽ കോളമാണ് പറയുന്നതെങ്കിൽ ഈ വാല്യൂ മാറും. ഞാനൊരു സർക്കുലർ കോളം പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ വാല്യൂ മാറാം. അപ്പൊ ഡിപ്പെൻസ്. അപ്പൊ ഇതൊരു ജനറൽ സ്റ്റാൻഡേർഡ് വാല്യൂ അല്ല ആ 12 എന്ന് പറയുന്നത്, അതൊരു RCC കോളം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്ഡ് കോളം, ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള സിനാരിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഞാനൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിരുന്നു. ആ പ്രോബ്ലം എന്ന് പറയുന്നത് 5 meter long column is hinged at both ends. Calculate the critical load of the column E is equal to 200 GPa. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ പ്രോബ്ലം നമ്മൾ ചെയ്തില്ല അല്ലെ? ഈ പ്രോബ്ലം ചെയ്തില്ല. അപ്പൊ ഈ പ്രോബ്ലത്തിന് ഞാനൊരു ഐ സെക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഐ സെക്ഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫിഗർ തരാം, ചിലപ്പോൾ എക്സാമിന് ഫിഗർ തരാതെ വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്, ഡെപ്ത് ഓഫ് ഫ്ലാഞ്ച്, വിഡ്ത്ത് ഓഫ് വെബ്, ഡെപ്ത് ഓഫ് വെബ്, ആ രീതിയിലൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ ഒരു ഐ സെക്ഷന്റെ ഫ്ലാഞ്ച്, വെബ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവണം. എനിക്കിപ്പോ ഇവിടെ ഈ ഒരു ഐ സെക്ഷൻ ഞാൻ എടുക്കുവാണെങ്കിൽ എനിക്ക് ഇത് ഒരു ഫ്ലാഞ്ച് ആണ്, ഇതും ഒരു ഫ്ലാഞ്ച് ആണ്, 2 ഫ്ലാഞ്ച് വരുന്നു, പിന്നെ നടുക്ക് ഒരു വെബ് വരുന്നു.
നടുക്ക് വെബ് വരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളിവിടെ ജനറൽ ആയിട്ട് അറിയേണ്ട കാര്യം, ഫ്ലാഞ്ച് എന്ന് പറയുന്നത് പ്രിഡോമിനന്റ്ലി മൊമെന്റ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കമ്പോണന്റ് ആണ്. വെബ് എന്ന് പറയുന്നത് ഷിയർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമ്പോണന്റ് ആണ്. ഫ്ലാഞ്ച് മൊമെന്റ്സ് റെസിസ്റ്റ് ചെയ്യും, വെബ് ഷിയർ റെസിസ്റ്റ് ചെയ്യും. ഇനി ഇതൊരു കോളമാണെന്ന് വിചാരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കോളത്തിന്റെ ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, കോളം അപ്പോഴും ഒരു സ്ലെൻഡർ ലോങ് മെമ്പർ ആയിരിക്കും. അതിന്റെ ക്രോസ് സെക്ഷൻ പ്ലാൻ വ്യൂ ആണ് ഈ ഒരു ഐ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറഞ്ഞ ഒരു സാധനം എനിക്ക് കണ്ടുപിടിക്കണം. യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, ഈ കോളം ഇങ്ങനെ വളയാനുള്ള സാഹചര്യം, കോളം ഇത് ഇങ്ങനെ ഒരു കോളം ആണെങ്കിൽ അതിന്റെ സപ്പോർട്ട്സ് ഹിഞ്ച്ഡ് കണ്ടീഷൻ അല്ലേ ഞാൻ പറഞ്ഞ അല്ലെ ക്വസ്റ്റ്യനിൽ, അത് ഇങ്ങനെ വളയുന്ന ഒരു സിനാരിയോ. ഓക്കെ, അത് ഇങ്ങനെയും വളയാം, അത് എങ്ങോട്ട് വേണോ വളയാം, അല്ലെ 360 ഡിഗ്രിയിൽ എങ്ങോട്ട് വേണോ ആ കോളം വളയാൻ പറ്റും. ലോഡ് എന്ന് പറയുന്ന അങ്ങനെ വളയണമെങ്കിൽ ആ ലോഡ് ഒരു സപ്പോർട്ടിന്റെ അവിടെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യലുണ്ടാവണം, അല്ലെ ഞാനിപ്പോ ഈ കോളം ഈ ഫിഗറിൽ കാണുന്നത് പോലെ വളയുന്നുണ്ടെങ്കിൽ, എന്റെ സപ്പോർട്ടിന്റെ അവിടെ ഒരു മൊമെന്റ് ഉണ്ട്. ഞാനൊരു ബീമിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് വളയ്ക്കാൻ നോക്കുമ്പോ ബീം എങ്ങനെ വള്ളം പോലെ വളയുന്നു, അതേ സാധനമാണ് ഞാൻ തിരിച്ച് വെർട്ടിക്കലായിട്ട് വരച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഒന്നെങ്കിൽ ഈ ഭാഗത്ത് എന്തെങ്കിലും മൊമെന്റ്സ് വേണം കോളത്തിനെ വളയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൊറിസോണ്ടൽ ലോഡ് വേണം. ഹൊറിസോണ്ടൽ ലോഡ് ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ ഒരു ഫിക്സിറ്റി കണ്ടീഷൻ ഉണ്ടെങ്കിൽ കോളം വളയാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ലോഡിന്റെ ബേസിസിൽ കോളം വളയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. പ്യൂർലി വെർട്ടിക്കൽ ആയിട്ടുള്ള അതിന്റെ സെൻട്രോയിഡിലൂടെ പോകുന്ന ഒരു ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന പോലെ ഒരു ലോഡാണ് വരുന്നതെങ്കിൽ കോളം വളയാനുള്ള സാധ്യത ഉണ്ടാവില്ല. പക്ഷെ റിയാലിറ്റിയിൽ അത് പോസിബിൾ അല്ല. എപ്പോഴെങ്കിലും ചെറിയ എക്സെൻട്രിസിറ്റി എങ്കിലും ഉണ്ടാവും, ഒരു മൊമെന്റ് ഷുവർലി അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ കോളം വളയാനുള്ള സാധ്യത നമുക്ക് അഡ്രസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഈ കോളം 360 ഡിഗ്രിയിൽ എങ്ങോട്ട് വേണോ വളയാൻ പറ്റും. ഈ ലോഡ് എവിടെ നിന്ന് വരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലോഡ് ഈ 360 ഡിഗ്രിയിൽ നിന്ന് ഏത് ഡയറക്ഷനിൽ നിന്ന് വേണോ ലോഡിന് വരാം, കോളത്തിന് എങ്ങോട്ട് വേണോ വളയാം. അപ്പൊ കോളം ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള കോളത്തിന്റെ സൈഡ് ഞാൻ കണ്ടുപിടിക്കണം. അപ്പൊ വീക്കസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോളത്തിന്റെ സെൻട്രോയിഡ് ഇവിടെ ഞാൻ ലൊക്കേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എനിക്ക് സെൻട്രോയിഡിലൂടെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ 2 ആക്സിസ് വരയ്ക്കാം. ഓക്കെ, ഇത് IXX മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇത് IXX മൊമെന്റ് ഓഫ് ഇനർഷ്യ, അതുപോലെ വെർട്ടിക്കൽ ആക്സിസിനെ ബേസ് ചെയ്ത് IYY മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, ഇത് ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും മാത്രമാണ്. എനിക്ക് ഇത് മാത്രമല്ല, ഇതിനകത്ത് ഇഷ്ടം പോലെ ആക്സിസ് വരയ്ക്കാം, അല്ലെ. എനിക്കിത് എങ്ങനെ വേണോ, എനിക്ക് 360 ഡിഗ്രിയിലും എനിക്ക് ആക്സിസ് വരച്ചുകൊണ്ടിരിക്കാം. ഓരോ ആക്സിസിനെ ബേസ് ചെയ്തിട്ടും മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാം. എന്നിട്ട് ഏറ്റവും കുറഞ്ഞ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഏത് ആക്സിസിലൂടെയാണ് പോകുന്നത് എന്ന് ഞാൻ കണ്ടുപിടിക്കണം. ഏറ്റവും കുറവ്, ഇപ്പൊ സപ്പോസ് ഞാൻ ഈ റെഡ് ഇട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ആക്സിസ് ആണ് ഏറ്റവും കുറവ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണിക്കുന്നത്. സെൻട്രോയിഡ് ഒറ്റ പോയിന്റ് ആണ്, ഈ നടുക്കുള്ള പോയിന്റ്. സെൻട്രോയിഡിലൂടെ എനിക്ക് 360 ഡിഗ്രിയിലും ആക്സിസ് വരയ്ക്കാമല്ലോ. എനിക്ക് ഹൊറിസോണ്ടൽ ആക്സിസ് ഒരെണ്ണം, വെർട്ടിക്കൽ ആക്സിസ് ഒരെണ്ണമേ ഉണ്ടാവുള്ളൂ. IXXും IYYയും ഒരെണ്ണമേ ഉണ്ടാവുള്ളൂ. പക്ഷെ 360 ഡിഗ്രിയിലും എനിക്ക് ഏത് ആക്സിസ് വേണോ വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്ന ആക്സിസ് ആണ് വീക്ക് എന്ന് തൽക്കാലം അസ്യൂം ചെയ്യുക. ഓക്കെ, അതാണ് എന്റെ I മിനിമം എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു I വാല്യൂ ആണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു I വാല്യൂ കണ്ടുപിടിച്ചിട്ടാണ് യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡിന്റെ ഇക്വേഷനിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു I വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ആ ഒരു I വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല, മാനുവലി കണ്ടുപിടിക്കാൻ പറ്റൂല. അത് ഭയങ്കര പാടാണ്. കാരണം ആ ഷേപ്പിന്റെ സിമെട്രീനെ അഫക്ട് ചെയ്യുവാണ്. ഒരു ഹൊറിസോണ്ടൽ I ആണെങ്കിലോ വെർട്ടിക്കൽ I ആണെങ്കിലോ, അതായത് IXXോ IYYയോ മാത്രമേ നിങ്ങൾക്ക് മാനുവലി കണ്ടുപിടിക്കാൻ പറ്റൂ. വേറെ ഒരു I വാല്യൂ നിങ്ങൾക്ക് മാനുവലി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോ നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് എക്സാമിന് ചെയ്യുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ വരും. നമുക്ക് എയ്തർ IXXോ IYYയോ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അതിനകത്ത് ഏതാണോ മിനിമം അത് വെച്ചിട്ട് വേണം ഞാൻ ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കാൻ.
പക്ഷെ യഥാർത്ഥത്തിൽ IYYനെയും IXXനേക്കാൾ മിനിമം ആയിട്ട് വേറൊരു I ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് യഥാർത്ഥത്തിൽ മച്ച് ലോവർ ആയിട്ടുള്ള ഒരു ക്രിപ്ലിംഗ് ലോഡ് കിട്ടാം. പക്ഷെ അത് എനിക്ക് എക്സാമിന് മാനുവലി കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കമ്പ്യൂട്ടർ വെച്ച് സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഞാൻ ഇത്രയും ആക്സസിന്റെ പോസിബിലിറ്റി കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ആകെ IXXും IYYയും മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ. ഓക്കെ, IXXും IYYയും കണ്ടുപിടിക്കുന്നു. അതിനകത്ത് മിനിമം ഏതാണെന്ന് നോക്കുന്നു. ആ മിനിമം എടുത്തങ്ങ് ട്രിപ്പിളിംഗ് ലോഡിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സിമ്പിൾ. അപ്പോ എനിക്ക് ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇവിടെ I സെക്ഷൻ സെൻട്രോയിഡ് ഞാൻ ആദ്യം ലൊക്കേറ്റ് ചെയ്യണം. ഈ I സെക്ഷന്റെ സെൻട്രോയിഡ് ഞാൻ ലൊക്കേറ്റ് ചെയ്യണം. അതിന് നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ഈ ഒരു I സെക്ഷനിൽ സിമട്രി ഉണ്ടോ ഇല്ലയോ എന്നാണ്. ഈ ഒരു I സെക്ഷന് സിമട്രി ഇല്ല. കാരണം ഇതിന്റെ മുകളിൽ 150 mm, ഇവിടെ വെബ് എന്ന് പറയുന്നത് 20 mm, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 100 അല്ലേ 120 ആണ്. 120, ഇത് 30, ഇത് 50 അല്ലെ, ഇത് 150 mm. അപ്പൊ ആദ്യം നമുക്ക് സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. എന്നാലേ സെൻട്രോയിഡൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന് ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യും, സെൻട്രോയിഡ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിന് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു 0 പോയിന്റ് എടുക്കണം. ഒരു 0 പോയിന്റ് ഞാൻ ഫിക്സ് ചെയ്യണം. ഞാൻ ഈ കോർണർ പോയിന്റിനെ 0,0 ആയിട്ട് ഫിക്സ് ചെയ്തു. ഈ കോർണർ പോയിന്റിനെ 0,0 ആയിട്ട് ഫിക്സ് ചെയ്തു. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഞാൻ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ പോവാം. സെൻട്രോയിഡ് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ Y ബാറും കണ്ടുപിടിക്കണം, X ബാറും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഏത് നോക്കാം? ആദ്യം നമുക്ക് X ബാർ നോക്കാം. X ബാർ ഞാൻ നോക്കുവാണെങ്കിൽ A1X1 പ്ലസ് A2X2 പ്ലസ് A3X3 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3. ഓക്കെ, ഇത് കൊള്ളാല്ലേ, എനിക്ക് സുഖമാണ് ഇവിടെ ഇരിക്കാം ഫുൾ ടൈം. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഒരു റെക്ടാങ്കിൾ, ഇതിനെ ഞാൻ 1 ആക്കി മാറ്റി. ഈ ഒരു വെബ് പോർഷനെ ഞാൻ 2 ആക്കി മാറ്റി. മുകളിലത്തെ ഫ്ലാഞ്ചിനെ ഞാൻ 3 എന്ന് വിളിക്കും. അപ്പൊ ആദ്യത്തെ ഫ്ലാഞ്ചിന്റെ ഏരിയ എന്ന് പറയുന്നത് 150 × 50. X1 എന്തുമായിരിക്കും? X1 ശ്രദ്ധിച്ച് പറയണേ, X1 75. X1 എന്ന് പറയുന്നത് 150/2. X1 എന്ന് പറയുന്നത് 150/2. ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ഉറങ്ങുവാണോ? തലവേദന. അടുത്ത A2 എന്ന് പറയുന്നത് 120 × 20. അതിന്റെ X2 എന്തായിരിക്കും? X2 10 അല്ല, X2 10 അല്ല. X2 എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? X2 എന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും ആണ് ആ പോയിന്റ് വരുന്നത്. അപ്പോ ഇത് ഇവിടം തൊട്ട് ഇതുവരെ 75 തന്നെയല്ലേ? 65 + 10 75 തന്നെയാണ് X2 വരുന്നത്. X2 75 ആണ് വരുന്നത്. A3 എന്ന് പറയുന്നത് 150 × 30. ആ സൈഡിന് സിമെട്രി ഉണ്ട്, അതാണ് നമുക്ക് അങ്ങനെ ഒരു വാല്യൂ കിട്ടുന്നത്. A3 എന്ന് പറയുന്നത് 150 × 30. അതിന്റെയും സെൻട്രോയിഡ് 75 തന്നെയാണ് അല്ലെ? അതിന്റെയും 75 ആണ്. 75 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3. സിമിലർലി ഞാൻ Y ബാറും കണ്ടുപിടിക്കുകയാണ്. Y ബാറും കൂടെ ഒന്ന് കണ്ടുപിടിക്കണം.
എക്സ് ബാർ എന്ന് പറയുന്നത് 75 വന്നു, വൈ ബാറും കൂടി. വൈ ബാറിൽ സിമെട്രി ഇല്ല, അവിടെ വ്യത്യാസം വരും. എക്സാമിന് ക്വസ്റ്റ്യന്റെ മാർക്ക് വെയിറ്റേജ് നോക്കിയിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐ സെക്ഷൻ ആയിരിക്കും ചോദിക്കുന്നത്, മാർക്ക് 7 മാർക്ക് ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഐ സെക്ഷൻ ഷുവർലി സിമെട്രിക് ആയിരിക്കും. വെറുതെ സെൻട്രോഡ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കരുത്. സെൻട്രോഡ് ഐയുടെ ജോമെട്രിക്കൽ സെന്റർ തന്നെയായിരിക്കും എന്റെ സെൻട്രോയിഡ്. അപ്പോ സെൻട്രോഡ് കാൽക്കുലേഷൻ ഒഴിവാക്കാം, ടൈം സേവ് ചെയ്യാം. മാർക്ക് വെയിറ്റേജ് 14 മാർക്കിലുള്ള സിമെട്രിക് ഐ തന്നു കഴിഞ്ഞാൽ സെൻട്രോയിഡും കൂടി കാൽക്കുലേറ്റ് ചെയ്തേക്കും സമയം കിട്ടുവാണെങ്കിൽ, കാരണം അതിനും വെയിറ്റേജ് ഉണ്ടാവും. അപ്പൊ എന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് 75,89.167 ആണ് എന്റെ സെൻട്രോയിഡ്. ഇനി സെൻട്രോയിഡൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. ഐ എക്സ് എക്സും കണ്ടുപിടിക്കണം, ഐ വൈ വൈയും കണ്ടുപിടിക്കണം. അതായത് സെൻട്രോയിഡ് ഞാൻ ലൊക്കേറ്റ് ചെയ്തു ഇവിടെ 75,89 ഈ ഒരു പോയിന്റ് ആണ് തൽക്കാലം നമുക്ക് അസ്യൂം ചെയ്യാം സെൻട്രോയിഡ്. ഓക്കെ, ഇവിടെ നിന്ന് 75, ഇവിടെ നിന്ന് 89.167. ഇനി ആ സെൻട്രോയിഡ് ആക്സിസിനെ ബേസ് ചെയ്ത് ഐ എക്സ് എക്സ് കണ്ടുപിടിക്കുക, പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യണം. ഐ വൈ വൈയും കണ്ടുപിടിക്കുക, പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യണം. സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്തു. ഇത് വളരെ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. എന്തുമായാലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കമ്മിറ്റ് ചെയ്യുക. പ്രിൻസിപ്പൽ സ്ട്രെസ്സസിനേക്കാൾ കോംപ്ലക്സ് സ്ട്രെസ്സസിനേക്കാൾ എളുപ്പമാണ്. കോംപ്ലക്സ് സ്ട്രെസ്സസിന്റെ ഇക്വേഷൻ ഒക്കെ പഠിക്കാൻ കുറച്ചും കൂടി പാടാണ്. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. റെക്കോർഡുകൾ കാണുന്നവർക്ക് കട്ട ലാഗായിരിക്കും. അവർ ഈ പോസ്റ്റ് എല്ലാം അവരിങ്ങനെ വെയിറ്റ് ചെയ്യും. വീഡിയോ ഫയൽ സൈസ് കൂടും. റെക്കോർഡ് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം, ഞാൻ ഇടയ്ക്ക് റിസ്യൂം ചെയ്യാൻ മറന്നു. ഇപ്പൊ നമ്മൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. പോസ് ഉണ്ട്, പക്ഷെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യം ഇമ്പോർട്ടന്റ് പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഓർക്കുന്നത് ഞാൻ റിസ്യൂം ചെയ്തില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യും. 3 മണിക്കൂറിന്റെ വീഡിയോ ആയിരിക്കും. ഓക്കെ, അവിടെ ബാക്കി ഇരിക്കുന്നവർക്ക് സെൻട്രോഡൊക്കെ കിട്ടിയായിരുന്നു. കിട്ടി. ഞാൻ ഐ എക്സ് എക്സ് കണ്ടുപിടിക്കുക. ഐ വൈ വൈ 150 into 50 cube divided by 12 plus I y by 1. 150 into 50 into എത്രയാണ്
ആ വാല്യൂ സെൻട്രോഡ് ഡിസ്റ്റൻസ് 25 മൈനസ് എത്രയായിരുന്നു 89.167 the whole square. IYY2 20 into 120 cube divided by 12 plus 20 into 120 into 60 plus 50 minus 89.167 square. IYY3 എന്ന് പറയുന്നത് 150 into 30 cube divided by 12 plus 150 into 30 into 15 plus 120 plus 50 minus 89.167 the whole square. IYY is equal to IYY1 plus IYY2 plus IYY3. അങ്ങനെ ചെയ്താലും മതി. റെക്ടാങ്കിൾ ആക്കിയിട്ട് ചെറിയ രണ്ട് റെക്ടാങ്കിൾ അതിന്റെ കാൽക്കുലേഷൻ കുറച്ചും കൂടി ചിലപ്പോൾ ഈസി ആവാം, ചിലപ്പോൾ പാടാവാം. ഐ സെക്ഷനിൽ കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. ഒരു വലിയ റെക്ടാങ്കിൾ എടുത്തിട്ട് അത് മൈനസ് ചെയ്യുന്നത്. പക്ഷേ ഇക്വേഷനിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ഇക്വേഷൻ ഒക്കെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ പ്ലസ് വെച്ച് പഠിച്ചിട്ട് പെട്ടെന്ന് മൈനസ് വരുമ്പോൾ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ടൈം കൺസ്യൂമിങ് അല്ല. IXX1 50 into 150 cube divided by 12 plus 50 into 150 into 0 അല്ലേ, സെൻട്രോഡും അതിന്റെ സെൻട്രോഡും IXX2 120 into 20 cube divided by 12 plus 120 into 20 into 0. സിമെട്രി ഉണ്ടെങ്കിൽ 150യുടെ നേരെ നടുക്കെന്ന് പറഞ്ഞാൽ അതായത് 150യുടെ നടുക്ക് അങ്ങനെ പോകത്തുള്ളൂ. ഫിഗർ അങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചോദിക്കും. IXX കുറച്ചുകൂടെ ഈസിയാണ്, കാരണം സെൻട്രോയിഡ് എല്ലാ ഷേപ്പിന്റെ സെൻട്രോയിഡും കോമൺ സെൻട്രോയിഡും ഒന്നാണ്. അപ്പൊ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല.
കുഴപ്പമില്ല, അത് 8.1 ഇൻറ്റു 10⁻7 എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. എത്ര IYY ആണോ പറയുന്നത്? എത്രയാ? അതായത് ഒരു വലിയ റെക്ടാങ്കിൾ എടുത്തിട്ട് രണ്ട് കുഞ്ഞു റെക്ടാങ്കിൾ മൈനസ് ചെയ്താണ് ചെയ്യുക. അപ്പൊ വെബ് പോകത്തില്ലേ? ട്വന്റി മൈനസ് ചെയ്തോ? എനിക്ക് മനസ്സിലായില്ല. അതായത് അത് രണ്ട് സെപ്പറേറ്റ് ഡിസ്റ്റിങ് ആയിട്ട് നിൽക്കുന്ന ഷേപ്സ് അല്ലേ? അപ്പൊ ആ രീതി ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിൽ വ്യത്യാസം ഉണ്ടാവും. അത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. വലിയ റെക്ടാങ്കിൾ ഒക്കെ എടുക്കുക, എന്നിട്ട് ആ രണ്ട് കുഞ്ഞു റെക്ടാങ്കിൾസ് സൈഡിലുള്ളത് അത് രണ്ടും മൈനസ് ചെയ്യും സെപ്പറേറ്റ്. എത്ര വാല്യൂ വരുന്നത്? 81.10⁻6 B. നൊട്ടേഷൻ ഇപ്പൊ നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല, നമുക്ക് മിനിമം വേണം, അത്രയല്ലേ ഉള്ളൂ. 10⁻6. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 81.26 into 10⁻6 mm to the power 4. dv cube by 12. അങ്ങനെ മനസ്സിലായില്ല? ഞാനും ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, രാഗി മിസ് ഇട്ടിട്ടുണ്ട്, എക്സ്റ്റേണൽ ഇട്ടിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് നിങ്ങളുടെ റെഗുലറിന് വരും, ഒരെണ്ണം അപ്പൊ തന്നെ നടക്കുന്ന സപ്ലിക്കും വരും. എത്ര? ഒന്നാ പറയാം. 7.8 into 10⁻7 mm to the power 4. അപ്പൊ അതിനകത്ത് ചെറിയ വാല്യൂ ഏതാ? അത് തന്നെയല്ലേ? ഈ രണ്ടെണ്ണത്തിൽ ചെറിയ വാല്യൂ ഏതാ? ഇപ്പൊ പറഞ്ഞ സാധനമല്ലേ? IYL 78.10 to the power 6 ഉം ഒന്ന് 81.10 to the power 6 ഉം. അതിനകത്ത് ചെറിയ വാല്യൂ ഏതാ? 34.7 പോയിന്റ് ആയിരിക്കും.
ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസ് എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞത്. ഈ എഴുതിയിരിക്കുന്ന ഈ വാല്യൂ IXX-ന്റെ ആണെന്നല്ലേ ഉദ്ദേശിച്ചത്? ഇത് എനിക്ക് മനസ്സിലായി. അത് XX തന്നെയാണ് ഞാൻ എഴുതി വന്നത്. ഇപ്പൊ 7.8 into 10⁻⁷ അല്ലേ? അതെ, ഞാൻ ഇവിടെ നോക്കി ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ ഈ ഒരു ഐ ഷേപ്പിലേക്ക് വന്നേ. ഞാൻ ഈ വരയ്ക്കുന്ന ഐ ഷേപ്പ് നോക്കിയേ. ഞാൻ ഈ വരയ്ക്കുന്ന ഐ ഷേപ്പിന്റെ സെൻട്രോയിഡ് ഇവിടെയാണ്. ഇവിടെ എനിക്ക് 75,80 89.16 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇത് എന്റെ എന്ത് ആക്സിസാ? എക്സ് ആക്സിസ്, സെൻട്രോയിഡൽ എക്സ് ആക്സിസ്. ഇത് എന്റെ സെൻട്രോയിഡൽ വൈ ആക്സിസ്. അപ്പൊ സെൻട്രോയിഡൽ എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഞാൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻഡിവിജ്വലി കണ്ടുപിടിച്ച് സം ചെയ്യുക. ഓക്കെ, അപ്പോ ഈ ഒരു ഫസ്റ്റ് ഷേപ്പിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്ന ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ XX1 കണ്ടുപിടിക്കുക. അപ്പോ IXX1 ഈക്വൽ ടു 150 into 50 cube divided by 12 plus AY square. Vertical distance. Okay, vertical distance y bar square. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? IXX equal to BD cube by 12 plus AY square. IYY is equal to DB cube by 12 plus AX square. നൊട്ടേഷൻസ് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അല്ലാത്തത് കൊണ്ട് സിഗ്നിഫിക്കൻസ് ഇല്ല. നമുക്ക് മിനിമം I കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങൾ IXX നൊട്ടേഷൻ വരെ I മാറിപ്പോയാൽ മാർക്കൊന്നും കുറയത്തില്ല. മെക്കാനിക്സ് ആണെങ്കിൽ മാർക്ക് കുറയും, ഇതിനകത്ത് മാർക്ക് കുറയത്തില്ല. മിനിമം വാല്യൂ കറക്റ്റ് ആയാൽ മതി. ഓക്കെ, അപ്പൊ 7.8 അല്ലേ? 7.8 into 10⁻⁷. അപ്പൊ എന്റെ I മിനിമം എന്ന് പറയുന്നത് 7.8 into 10⁻⁷ mm to the power 4. അപ്പൊ എന്റെ ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കാമല്ലോ. 5 square into EI 200 GPa. 200 GPa എന്ന് പറയുമ്പോൾ 200 into 10 to the power 3 Newton per mm square into 7.8 into 10⁻⁷. ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 3 മീറ്റർ. ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് അല്ലേ? അപ്പൊ 3 മീറ്റർ തന്നെയായിരിക്കും എന്റെ എഫക്റ്റീവ് ലെങ്ത്. അപ്പൊ 3000 mm സ്ക്വയർ. എല്ലാ MM-ൽ 3000 mm സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ ക്രിപ്ലിംഗ് ലോഡ് കിട്ടും. ഇത് സർക്കിൾ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. സർക്കിൾ ആണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? എവിടെ കൂടെ ഞാൻ ആക്സിസ് വരച്ചാലും എനിക്ക് ഒറ്റ വാല്യൂ ഉള്ളൂ. അപ്പോ ആ ഒറ്റ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. വളരെ ഈസിയാണ്. എല്ലാ സൈഡിൽ നിന്നും ഒരേ രീതിയിലുള്ള റെസിസ്റ്റൻസ്. അതുകൊണ്ടാണ് കോളമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സർക്കിൾ പ്രിഫർ ചെയ്യുന്നത്. I മിനിമവും I മാക്സിമം എല്ലാം ഒറ്റ വാല്യൂ ആണ്. 5/64 d to the power 4. റെക്ടാങ്കിൾ ആകുമ്പോഴത്തേക്കും വേറെ ഏത് ഷേപ്പ് ആണെങ്കിലും മാറി മാറി വരും. 360 ഡിഗ്രിയിലും എനിക്ക് 360 I വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. കേട്ടില്ല? അത് സപ്പോർട്ട് കണ്ടീഷൻ ഹിഞ്ച്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എഫക്റ്റീവ് ലെങ്ത് ഇസ് ഈക്വൽ ടു ആക്ച്വൽ ലെങ്ത് തന്നെയാണ്. 5 മീറ്റർ എന്നാണോ പറഞ്ഞത്? അപ്പൊ 5000. ഞാൻ 3 മീറ്റർ എന്നാ ഓർത്തത്. എന്താ 3000?
ഞാൻ നിങ്ങളുടെ ഫൈനൽ സെഷനിൽ ഇന്നലെ അപ്ലോഡ് ചെയ്തായിരുന്നു. എല്ലാവർക്കും 2 മാർക്സ് ഇൻക്രീസ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇനിഷ്യൽ നേരായ വഴിയിലുള്ള സെഷനുകൾ പ്രകാരം 26 പേര് അണ്ടർ ആയിരുന്നു, അതിപ്പോ 14 പേരായി മാറി. ഇനി 33 ഉള്ളവർ 33 അല്ലെ 2 മാർക്ക് കൂടെ തന്നെ ചോദിക്കരുത്. കാരണം അവര് ആക്ച്വലി 31 ആയിരുന്നു, അതാണ് ഞാൻ 33 ആക്കിയത്, 2 കൂട്ടിയപ്പോ. അത് കിലോ ന്യൂട്ടണിൽ പറയാമോ? എനിക്കൊരു 600 ആൻഡ് സംതിങ് കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ 6000 സംതിങ് കിലോ ന്യൂട്ടൺ വരുമല്ലോ, അങ്ങനെ പറയാമോ? ഇതിന്റെ പ്രോബ്ലം 14 മാർക്കിന് കിട്ടുവാണെങ്കിൽ ഇതേ ചെയ്യാവുള്ളൂ കേട്ടോ. ആ കോംപ്ലക്സ് പ്രോസസിന്റെ മോർ സർക്കിൾ കൈവയ്ക്കരുത്. അത് അത്ര കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രമേ കൈവയ്ക്കുക. ഇത് 14 മാർക്കിന് കിട്ടിയ ഇതേ ചെയ്യാവുള്ളൂ. ഇതേ എളുപ്പം. ടോർഷനും കൂടി ഉണ്ടാവും. ചിലപ്പോ കോംപ്ലക്സ് സ്ട്രെസ്സസും ഇതും ഓർ ക്വസ്റ്റ്യൻ, ചിലപ്പോ ഇതും ടോർഷനും ഓർ ക്വസ്റ്റ്യൻ, ചിലപ്പോ കോംപ്ലക്സ് സ്ട്രെസ്സസും ടോർഷനും ഓർ ക്വസ്റ്റ്യൻ. 6158 കിലോ ന്യൂട്ടൺ ആണ് ക്രിപ്ലിംഗ് ലോഡ്. നമുക്ക് ഇവിടെ കുറച്ച് തിയറികളുണ്ട് കേട്ടോ. ഇനി ഇത് ഫുള്ള് നമുക്ക് ഉച്ചയാകുമ്പോൾ തീർക്കാം. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ അതിനുശേഷം ടോർഷൻ തിയറി സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കണം. കാരണം സെൻട്രോട് വ്യത്യാസമുണ്ട്. ഈ സൈഡിൽ നിന്ന് വരും, സ്പ്ലിറ്റ് ചെയ്ത് തന്നെ എടുക്കണം. ഇത് IXX എടുക്കുന്നതോ? ഓക്കെ, ഈ എഴുതിയിരിക്കുന്നത് ഞാനിപ്പോ ഇവിടെ ഐ ഷേപ്പ് ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. എനിക്ക് സെൻട്രോഡ് ഈ ഭാഗത്താണ് കിട്ടിയത്. ഹൊറിസോണ്ടൽ സെൻട്രോഡൽ ആക്സിസ് ഇതാണ്. അപ്പൊ ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് IXX കണ്ടുപിടിക്കണം. അപ്പൊ അതിന് ഞാൻ ഷേപ്പ് 1, ഷേപ്പ് 2, ഷേപ്പ് 3 മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഈ റെക്ടാംഗിൾ എടുക്കുവാണ്, ആദ്യത്തെ റെക്ടാംഗിൾ. ആ റെക്ടാംഗിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് BD³/12 ആണ്. പക്ഷെ BD³/12 എന്ന് പറയുന്നത് ആ റെക്ടാംഗിളിന്റെ സെൻട്രോയിഡ് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഷേപ്പ് 1ന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ആക്സിസ് ബേസ് ചെയ്തിട്ടാണ് BD³/12. അപ്പോ
ഈ ആക്സിസ് ആക്ച്വൽ സെൻട്രോയിഡുമായിട്ട് ബേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ പാരലൽ ആക്സിസ് തിയറം ഞാൻ യൂസ് ചെയ്യണം. പ്ലസ് എ ഇൻറ്റു വൈ സ്ക്വയർ, വൈ ബാർ സ്ക്വയർ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസസ്, അത്രേ ഉള്ളൂ. എ എന്ന് പറയുന്നത് ആ ഷേപ്പിന്റെ ഏരിയ 150 ഇൻറ്റു 50. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും താഴത്തെ പോയിന്റ് 0 0, ഏറ്റവും താഴെ വരെയുള്ള സെൻട്രോയിഡൽ ആക്സിസിന്റെ ഡിസ്റ്റൻസ് 89.17. ഈ ഇൻഡിവിജ്വൽ ഷേപ്പിന്റെ സെൻട്രോയിഡൽ ആക്സിസിന്റെ ഡിസ്റ്റൻസ് 25 താഴെ വരെ. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു വൈ ബാർ കിട്ടും. അങ്ങനെയാണ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നത്. സെക്കൻഡ് ടേം വരുമ്പോൾ ആ സെക്കൻഡ് ടേമിന്റെ സെക്കൻഡ് റെക്ടാംഗിളിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് BD³/12. അത് ആ ഷേപ്പിന്റെ സെൻട്രോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാല്യൂ ആണ്. ആ ഷേപ്പിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് 110 എന്ന് പറയുന്ന പോയിന്റിലാണ് ലൈ ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ ഇവിടെയാണെന്ന് തൽക്കാലം അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടുപിടിക്കണം. അപ്പൊ 110 എന്ന് പറയുന്നത് ഈ ആക്സിസിന്റെ ഇവിടം തൊട്ട് താഴെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 110. സെൻട്രോയിഡൽ ആക്സിസിന്റെ ഇവിടം തൊട്ട് താഴെ വരെയുള്ള ഡിസ്റ്റൻസ് 89 പോയിന്റ്. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് വരുമ്പോഴും അതേപോലെ തന്നെയാണ്. ഈ മൂന്നാമത്തെ ഷേപ്പിന്റെ സെൻട്രോയിഡൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ 150 ഇൻറ്റു 30³/12. അത് ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ആക്സിസും സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ കണ്ടുപിടിക്കണം. അതാണ് 15 പ്ലസ് 120 പ്ലസ് 50. അതായത് ഈ ആക്സിസിന്റെ താഴെ വരെയുള്ള ഡിസ്റ്റൻസ്. അതിൽ നിന്ന് സെൻട്രോയിഡൽ ആക്സിസിന്റെ താഴെ വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ കുറയ്ക്കും. അതാണ് ചെയ്തിരിക്കുന്നത്. സം ചെയ്തെടുക്കുന്നു, അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? IYY എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ഇവിടെ ഒന്നുകൂടെ വരയ്ക്കാം. IYYയുടെ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് ഇവിടെ കൂടെയാണ് പോകുന്നത്, അല്ലെ? ബേസിക്കലി അത് എല്ലാ ഇൻഡിവിജ്വൽ ഷേപ്പിന്റെ സെൻട്രോയിഡും അത് തന്നെയാണ്. അപ്പോ IYY എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 75 mm മാറിയിട്ടാണ് ആ ആക്സിസ് കിടക്കുക, സെൻട്രോയിഡൽ ആക്സിസ് കിടക്കുക. ഇനി ഇൻഡിവിജ്വൽ ഷേപ്പ് നോക്കാം. ഈ ഇൻഡിവിജ്വൽ ഷേപ്പിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് 50 ഇൻറ്റു 150³/12. ഓക്കെ, അതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് 75 തന്നെയാണ്. അപ്പൊ ഈ ഇൻഡിവിജ്വൽ ഷേപ്പിന്റെ സെൻട്രോയിഡ് ആക്ച്വൽ സെൻട്രോയിഡ് മൊത്തം ഷേപ്പിന്റെ സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പൊ അവിടെ എക്സ് ബാർ എന്ന ഡിസ്റ്റൻസ് ഇല്ല, 0. അപ്പൊ എക്സ് ബാർ കംപ്ലീറ്റ്ലി 0 ആവും. ഇതേപോലെ സെക്കൻഡ് ഷേപ്പിനും അതേപോലെ തന്നെ 0 വരും. തേർഡ് ഷേപ്പിനും അതേപോലെ തന്നെ 0 വരും. അതായത് എന്റെ 3 ഇൻഡിവിജ്വൽ ഷേപ്പിന്റെ സെൻട്രോയിഡൽ ആക്സിസും എന്റെ ഫുൾ ഷേപ്പിന്റെ സെൻട്രോയിഡൽ ആക്സിസും ഒന്നായിട്ട് തന്നെ അവിടെ ആക്ട് ചെയ്യും. അപ്പൊ അവിടെ ആ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് സിഗ്നിഫിക്കൻസ് ഇല്ല, കാരണം അത് 0 ആണ്. അതുകൊണ്ടാണ് അവിടെ എല്ലാം 0 വരുന്നത്. 132 പോയിന്റ് ഏത് ഞാൻ ഈ എഴുതിയിരിക്കുന്ന 50 ഇൻറ്റു 150 അത് ഫുൾ സ്റ്റെപ്പ് ആയിട്ടൊന്ന് എഴുതി കൊണ്ടുപോകാം. അതിനകത്ത് മിസ്റ്റേക്ക് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് തരാം. അത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ കാര്യമാണ്. അതായത് ഞാനൊന്ന് കാണിക്കാം. ഇതിങ്ങനെ ഒരു ഫുൾ ഐ ആയിട്ട് ഞാൻ എടുക്കുവാണെങ്കിൽ ഇത് ഞാനൊരു ഫുൾ റെക്ടാങ്കിൾ ആയിട്ട് എടുക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ BD³/12 എത്രയാണ്? 150 ഇൻറ്റു 200³/12. അപ്പൊ അതിന്റെ സെൻട്രോയിഡ് എത്രയല്ല വരുന്നത്? ഇതിന്റെ സെൻട്രോയിഡ് എത്രയല്ല വരുന്നത്? ഈ ഫുൾ റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡ് എത്രയാണ് വരുന്നത്? D/2, 200/2, 150. 150യിലാണ് എനിക്ക് സെൻട്രോയിഡ് വരുന്നത്. നമ്മുടെ ആക്ച്വൽ ഷേപ്പിന്റെ സെൻട്രോയിഡ് 150 ആണ്. സോറി 100, 200/2, 100ലാണ് എന്റെ സെൻട്രോയിഡ് വരുന്നത്. എന്റെ ആക്ച്വൽ ഷേപ്പിന്റെ സെൻട്രോയിഡ് 100ലാണോ? 89 പോയിന്റ് അല്ലേ? അപ്പൊ ഇവിടെ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ആണ്. 150 ഇൻറ്റു 200 ഇൻറ്റു 100 മൈനസ് 89.167. ഇതാണ് ഫുൾ ഷേപ്പിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. മനസ്സിലായോ? 150 ഇൻറ്റു 200³/12 എന്നല്ല. 150 ഇൻറ്റു 200³/12 എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഫുൾ റെക്ടാങ്കിൾ ആയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ സെൻട്രോയിഡുമായിട്ട് അതിന്റെ സെൻട്രോയിഡ് കോയിൻസൈഡ് ചെയ്യില്ല. അപ്പൊ അവിടെ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ മൈനസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞത്. ടൈം കൺസ്യൂമിങ് ആണെങ്കിലും അല്ലാതെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഈസി. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നല്ല സ്ട്രോങ് ആയിട്ട് കോൺഫിഡന്റ് ആയിരിക്കണം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ മൊഡ്യൂൾ 3 അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
എന്നാൽ ഞാൻ ഈ ഇൻഡിവിജ്വൽ ഷേപ്പിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുമ്പോൾ ഇതേപോലെ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യേണ്ടി വരും. ഈ ഒരു ഷേപ്പിന് എടുക്കാമെന്ന് വിചാരിക്കാം, കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് ഫുൾ ആയിട്ടുള്ളത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 120 ക്യൂബ്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 65 അല്ലേ? 65/12. അവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് 120 × 65. അതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് എത്രയാണ്? 120/2. 120/2 എന്ന് പറയുന്നത് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയുള്ളൂ. 60 + 50 - 89.16. ഓക്കെ, ഇത് 2 ടൈംസ് എടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും. ഇത് 2 ടൈംസ് കുറച്ചാൽ മതി, കിട്ടും. ഓക്കെ, പ്രോബ്ലി ഇതെടുത്ത് കാണില്ല അല്ലേ? അതെടുക്കാത്തതുകൊണ്ട്. ഓക്കെ, ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. A hollow cylindrical column of outer diameter 40 mm. A hollow cylindrical column of outer diameter 40 mm. Inner diameter 25 mm. A hollow cylindrical column of outer diameter 40 mm. Inner diameter 25 mm and length 3 meter is subjected to an axial compressive load of 60 kilonewton. The column undergoes a deformation of 5 mm. The column undergoes a deformation of 5 mm. Consider both ends of the column as fixed. Consider both ends of the column as fixed. Calculate the Euler's buckling load. Calculate the Euler's buckling load and safe load of the column. Calculate the Euler's buckling load and safe load of the column. Factor of safety is equal to 4. Factor of safety is equal to 4. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഹോളോ ആയിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ കോളം ഉണ്ട്. ഈ വാല്യൂ തന്നിട്ടില്ല. ഹോളോ ആയിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ കോളം ഉണ്ട്. ആ കോളത്തിന് ഒരു 3 മീറ്റർ ലെങ്ത് ഉണ്ട്, ഒരു ഔട്ടർ ഡയാമീറ്റർ, ഒരു ഇന്നർ ഡയാമീറ്റർ ഉണ്ട്. ആ കോളത്തിൽ ഒരു 60 കിലോ ന്യൂട്ടൺ കംപ്രസീവ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ലോഡ് കാരണം 5 mm കോളം ഡീഫോംഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോ എനിക്ക് ഈ കോളത്തിൽ ക്രിപ്ലിംഗ് ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, സേഫ് ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സപ്പോർട്ട് കണ്ടീഷൻ രണ്ട് എൻഡും ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ക്രിപ്ലിംഗ് ലോഡിങ്ങിന്റെ ഇക്വേഷൻ എഴുതും. π² × EI/L എഫക്റ്റീവ് ലെങ്ത് സ്ക്വയർ. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് π² × EI × 0.5 × ആക്ച്വൽ ലെങ്ത് ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ആക്ച്വൽ ലെങ്ത് ഉണ്ട്, ഐ വാല്യൂ എനിക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഡയാമീറ്റർ ഒക്കെ തന്നിട്ടുണ്ട്, പക്ഷെ ഈ വാല്യൂ എനിക്കില്ല. ഈ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ വാല്യൂ എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കാൻ എനിക്ക് ബോത്ത് എൻഡ് ഫിക്സ്ഡ് ആവുന്നത് കാരണം എഫക്റ്റീവ് ലെങ്ത് ഇസ് ഈക്വൽ ടു 0.5 ടൈംസ് ദി ആക്ച്വൽ ലെങ്ത്. അപ്പൊ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 1500 mm കിട്ടും. എന്റെ കോളം ഒരു സർക്കുലർ ഹോളോ കോളമാണ്. ഔട്ടർ ഡയാമീറ്റർ 40 mm, ഇന്നർ ഡയാമീറ്റർ 25 mm. അപ്പൊ എനിക്ക് ഐ വാല്യൂ കണ്ടുപിടിക്കാം. ഐ മിനിമവും ഐ മാക്സിമവും എല്ലാം സർക്കിൾ ആയതുകൊണ്ട് ഒറ്റ വാല്യൂ ആയിരിക്കും. π/64 × d⁴ - d⁴. വിസിബിലിറ്റി പ്രശ്നമുണ്ടോ? ഈ കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈ മറ്റേതിൽ തന്നിട്ടുണ്ടായിരുന്നു, 200 GPa തന്നിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഐ വാല്യൂ കണ്ടുപിടിക്കണം. അതും കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഈ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അസ്യൂം ചെയ്യാൻ പറ്റൂല. ഈ വാല്യൂ കണ്ടുപിടിക്കാനുള്ള സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഹൂക്സ് ലോ യൂസ് ചെയ്യുക. സ്ട്രെസ്സസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, സ്ട്രെസ്സസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻറ്റു സ്ട്രെയിൻ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ ഏരിയ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കണം. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഒറിജിനൽ ലെങ്ത് നിങ്ങൾക്ക് ഉണ്ട് 3 മീറ്റർ. ചേഞ്ച് ഇൻ ലെങ്ത് തന്നിട്ടുണ്ട് 5 mm. ഏരിയ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, പി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യനിൽ ലോഡ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം. ഇവിടെ ബാക്കിൽ മനസ്സിലായ? യൂണിറ്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. 60 കിലോ ന്യൂട്ടൺ ആണ് തന്നിരിക്കുന്നത് അല്ലേ? 60,000 ന്യൂട്ടൺ. ഏരിയ എന്ന് പറയുന്നത് 5/4 ഇൻറ്റു 40 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ ഈക്വൽ ടു ഇ ഇൻറ്റു ഡെൽറ്റ എൽ 5 mm. ലെങ്ത് എന്ന് പറയുന്നത് 3000. 3 മീറ്റർ എന്നല്ലേ തന്ന കോളത്തിന്റെ ഹൈറ്റ്. അതിൽ നിന്ന് ഈ വാല്യൂ കിട്ടും. ഇത് കാണാൻ പറ്റുന്നുണ്ടോ നല്ല വൃത്തിയായിട്ട്? സർവേ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു.
E is ready. 47 point. 47.01 into 10 raised to 3 Newton per mm square. The value on the parameter. Okay, 47 point. 47.01 into 10 to the power 3. I value 1.6 into 10 raised to 5. സർക്കിൾ വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ഐ വാല്യൂ ഉള്ളൂ. സർക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഹോളോ ആണെങ്കിലും സിലിണ്ടറിക്കൽ ആണെങ്കിലും എനിക്ക് എങ്ങനെയൊക്കെ ഞാൻ ആക്സസ് വരച്ചാലും എനിക്ക് ഐ ഒരു വാല്യൂ ഉള്ളൂ. ഐ മിനിമം ഐ മാക്സിമം എല്ലാം ഒരു വാല്യൂ. ക്രിപ്ലിംഗ് ലോഡ്. പിന്നെ നിങ്ങൾ ഇവിടെ വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയോ? ഇവിടെ ഞാൻ കോഴ്സ് പഠിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ വരുത്തിയ മിസ്റ്റേക്ക് ഞാൻ ഇപ്പോഴും ഓർക്കും. കാരണം അത് ഭയങ്കര വലിയ ബ്ലണ്ടറാണ്. അതായത് L is equal to LE is equal to 0.5 times L. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.5 into 3000 സ്ക്വയർ എന്ന് എഴുതും. അങ്ങനെ എഴുതരുത്. 0.5 into 3000 the whole square. അത് വിട്ടുപോരുത്. അത് ഒരു കോമൺ മിസ്റ്റേക്ക് ആണ്. approximately 33 kilonewton. അതായത് 33 kilonewtonൽ അത് ട്രിപ്പിൾ ആവും. ട്രിപ്പിൾ ആവാൻ 33 kilonewton മതി. അപ്പൊ ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിച്ചു. പിന്നെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ക്രിപ്ലിംഗ് ലോഡ്, സേഫ് ലോഡ്. സേഫ് ലോഡ് എന്ന് പറയുന്നത് ക്രിപ്ലിംഗ് ലോഡ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. സേഫ് ലോഡ് എന്ന് പറയുന്നത് ക്രിപ്ലിംഗ് ലോഡ് ഡിവൈഡഡ് ബൈ 33 അല്ലേ കിട്ടിയത്? കൺഫ്യൂഷൻ ഉള്ള പോലെ ആണോ? .24 kilonewton ആണ് സേഫ് ലോഡ്.
ഇത് എളുപ്പമല്ലേ കമ്പാരിറ്റീവ്ലി? ഇത് സ്കിപ്പ് ചെയ്യരുത്, ഇത് ആരും സ്കിപ്പ് ചെയ്യരുത്. ഈ മൂന്നെണ്ണത്തിനകത്ത് ഏറ്റവും എളുപ്പം ഇതാണ്. ടോർഷൻ തിയറി ഇത്ര എളുപ്പമായിരിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് കോളത്തിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഷേപ്പാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. സ്റ്റീൽ കോളംസ് നമ്മൾ ഏറ്റവും കോംപ്ലക്സ് ആയിട്ട് ചെയ്യുന്ന ഒരു കോൺഫിഗറേഷൻ ആണ്. ഒന്നുകിൽ രണ്ട് സി സെക്ഷൻ ഫേസ് ബാക്ക് ടു ബാക്ക് ഈ കൊടുത്തിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ സി സെക്ഷൻ ഫേസ് ഫ്രണ്ട് ടു ഫ്രണ്ട്. ആ രീതിയിൽ നമുക്ക് കോളംസ് ചെയ്യാൻ പറ്റും. സ്റ്റീൽ ആയിരിക്കും എക്സ്ക്ലൂസീവ്ലി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോ ഞാൻ ക്വസ്റ്റ്യൻ പറയാം. കാൽക്കുലേറ്റ് ദ Euler's crippling load. Calculate the Euler's crippling load of a column of length 4 meter with fixed condition at both ends. With fixed condition at both ends. Take E is equal to 200 GPa. Take E equal to 200 GPa. Cross section of the column is given below. Cross section of the column is given below. ആ കോളത്തിന്റെ ഇടയിൽ ഒരു 20 mm ഒരു ഗ്യാപ്പും കൂടി നീട്ടിട്ടുണ്ട് കേട്ടോ, അത് ശ്രദ്ധിച്ചോന്ന്. അപ്പൊ ഇതെങ്ങനെ ആക്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മെമ്പറിനെ ഈ ഗ്യാപ്പിൽ നമ്മൾ വേറെ പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ഇതിനെ ബോൾട്ട് ചെയ്തോ വെൽഡ് ചെയ്തോ കണക്ട് ചെയ്തിട്ടായിരിക്കും വെക്കുന്നത്. ബോൾട്ടിന്റെയും വെൽഡിന്റെയും കോൺട്രിബ്യൂഷൻ ഒന്നും മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ സെൻട്രോഡ് കണ്ടുപിടിക്കുക, മൊമെന്റ് ഓഫ് ഇനർഷ്യ IXX YY കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം സെൻട്രോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനൊരു ഒറിജിൻ പോയിന്റ് ഫിക്സ് ചെയ്യണം. ഞാൻ ബോട്ടം മോസ്റ്റ് ലെഫ്റ്റ് പോയിന്റ് ഞാൻ ഒറിജിൻ ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് ഞാൻ സെൻട്രോഡ് കണ്ടുപിടിക്കുകയാണ്. സെൻട്രോഡ് കണ്ടുപിടിക്കുമ്പോൾ ഒരു ഷേപ്പ്, രണ്ട് ഷേപ്പ്, 3, 4, 5, 6 ഇത്രയും കോമ്പിനേഷൻസ് വരും.
ഇതിനകത്ത് സിമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യാം. ഞാൻ TDS ആൻഡ് ലോങ് സ്റ്റെപ്പ് ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം അതായിരിക്കണം ആദ്യം അമച്വർ ലെവലിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് അതായിരിക്കും. എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ സിമെട്രി ഒക്കെ നോക്കാം. സിമെട്രി ഉണ്ട്. സിമെട്രിയിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ലോങ് സ്റ്റെപ്പ് തന്നെ ചൂസ് ചെയ്യാം. ലോങ് സ്റ്റെപ്പ് ചൂസ് ചെയ്യുമ്പോൾ 6 ഷേപ്പ് ആയിട്ട് എടുക്കണം. ഞാൻ അത് വെച്ചായിരിക്കും എന്തായാലും പറയും. മതി. ഇത് ആക്ച്വലി ഒരു 200 ഒരു സൈഡിൽ 2 സൈഡിൽ സിമെട്രി വരുന്നുണ്ട്. സിമെട്രി വരുമ്പോൾ ഇതിന്റെ സെൻട്രോയിഡ് 110,100 വരുന്നത്. കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കി തന്നെ പറയാം. എന്നാലും ചെയ്തു നോക്കും, ഇതാവുമല്ലോ. ഇതെല്ലാം റെക്കോർഡ് പിടിക്കും ഇതിന്റെ. ഓക്കെ, അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു.